ഗായകൻ നിരഞ്ജ് സുരേഷാണ് ഇന്നത്തെ അതിഥി. മന്ദാരം എന്ന സിനിമയിലെ കണ്ണേ കണ്ണേന്ന് തുടങ്ങുന്ന ഗാനമാണ് നിരഞ്ജ് അവസാനമായി ആലപിച്ചിരിക്കുന്നത്. നിരഞ്ജ്, ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. നമസ്കാരം, സ്വാഗതം. എന്തായാലും മന്ദാരം തിയേറ്ററുകളിലെത്തി മികച്ച പ്രേക്ഷക പ്രതികരണത്തോടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും അവസാനം നിരഞ്ജ് ആലപിച്ചത് മന്ദാരത്തിലെ ഗാനമാണ്. എങ്ങനെയാണ് ഈ ഒരു പാട്ടിന് കിട്ടുന്ന റെസ്പോൺസ് ഒക്കെ? വളരെ നല്ല റെസ്പോൺസാണ്. ഇതിൻ്റെ ആദ്യം മൂവി ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീഡിയോ റിലീസായിരുന്നപ്പോൾ തന്നെ നല്ലൊരു റെസ്പോൺസ് കിട്ടിയിരുന്നു. സോങ് ഒരു ക്യാച്ചി സോങ് ആണ്, ക്യാച്ചി ട്യൂണാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് രണ്ടാം തവണയാണ് മെലഡി മലയാളം പാടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യാച്ചി ഫ്രേസും പരിപാടിയും എനിക്ക് എൻ്റെ ഫുള്ളസ്റ്റ് കൊടുക്കാൻ പറ്റി മൂവിയിൽ. സോ പാട്ടിന് വളരെ നല്ല റെസ്പോൺസ് ഉണ്ട്. ഐ മീൻ നേഹയുടെ വോയിസ് ആണ്, ഞാനും നേഹയും കൂടിയാണ് പാടിക്കുന്നത്, ഡുവറ്റാണ്. അപ്പോൾ അതിൻ്റെ നല്ലൊരു റെസ്പോൺസ് ഉണ്ട്. സോ ഐ എം ഹാപ്പി ദാറ്റ് ഇങ്ങനത്തെ ഒരു സോങ് എനിക്ക് പാടാൻ ദൈവം തന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് താങ്ക്സ് ടു മുജീബ് ഓൾസോ ഫോർ ഗിവിംഗ് മീ ദിസ് സോങ്. മന്ദാരം എന്ന സിനിമയിലെ ഗാനമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത്. നിരഞ്ജ് തുടരുകയാണ്. നിരഞ്ജ്, ഇവിടെ സിനിമയിലേക്കുള്ളൊരു വരവ് അഭിനയത്തിലൂടെയായിരുന്നു. ആ ഒരു കടന്നു വരവ് ഏത് തരത്തിലായിരുന്നു? അതെ, വളരെ ശരിയാണ്. ഞാൻ ആദ്യം അഭിനയത്തിലൂടെ തന്നെയാണ് സിനിമയിലേക്ക് വന്നത്. ഫസ്റ്റ് ഞാൻ അഭിനയിച്ച പടത്തിൻ്റെ പേരാണ് ABCD. അതിലൊരു വളരെ ചെറിയ വേഷമായിരുന്നു. കോളേജിൽ കുട്ടികളുടെ ഇടയ്ക്കിരുന്ന് അടിയ ഉണ്ടാക്കുന്ന ദുൽഖർ സൽമാനായിട്ട് അടിയ ഉണ്ടാക്കുന്ന ഒരു ചെറിയ രംഗമായിരുന്നു. അതിലൂടെയാണ് ഞാൻ ഫിലിമിലേക്ക് വന്നത്. സ്ലൈഡ് ഇൻ ടു മ്യൂസിക് എന്ന് വേണേൽ പറയാം. ആദ്യത്തെ പാട്ടെന്ന് പറയുന്നത് ആശ ബ്ലാക്ക് എന്നൊരു മൂവിയിലെ സോങ്ങാണ്. അപ്പോൾ ഈ അഭിനയം വന്നതിന് ശേഷമാണ് എല്ലാവരും അറിയണം, ഓക്കെ നിരഞ്ജ് അഭിനയിക്കുമല്ലേ, അപ്പോൾ പാട്ടും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്നിട്ടാണ് എൻ്റെ ഫ്രണ്ട് ജസ്സിൻ എന്നെ അപ്രോച്ച് ചെയ്തത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് ആശ ബ്ലാക്കിൽ പാടിയത്. പിന്നെ അതങ്ങനെ പിന്നെ ഓരോരോ പാട്ടിൽ വോയിസ് നോട്ടീസ്ഡ് ആയി. ദീപക് ദേവ് സാറാണ് എൻ്റെ പേര് വിദ്യാസാഗർ സാറിന് വേണ്ടി സജസ്റ്റ് ചെയ്തത് തോപ്പിൽ ചോപ്പൻ സിനിമയിൽ. അപ്പോൾ തോപ്പിൽ ചോപ്പൻ പാട്ട് കേട്ടിട്ട് അതിൽ ഞാൻ ഇതാണ് കാവ്യനായകൻ എന്നുള്ള സോങ് പാടിയത്. ആ സോങ് പാടി കേട്ടിട്ടാണ് ഗോപിച്ചേട്ടൻ എന്നെ തേച്ചിലെ പെണ്ണെ പാടാൻ വിളിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു സീരീസ് ഓഫ് പാട്ടുകൾ പിന്നെ പാടാൻ പറ്റി. റോഷോ മോഹൻ, പ്രശാന്ത് പിള്ള സാറിൻ്റെ അനുരാഗരിക്കും വെള്ളത്തിൽ നീയോ ഞാനോ, ഇതെല്ലാം ഒരു പാട്ട് കേട്ടതിന് ശേഷമാണ് അടുത്ത പാട്ടിലേക്ക് യൂഷ്വലി കമ്പോസേഴ്സ് എല്ലാവരും വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ദൈവഭാഗ്യവും എൻ്റെ അച്ഛനമ്മയുടെ പ്രാർത്ഥന കാരണം ഓരോരോ പാട്ടുകൾ അങ്ങനെ സീരിയസ് ആയിട്ട് വരാൻ തുടങ്ങി. സോ ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ കുഡ് ബി എ പാർട്ട് ഓഫ് എവറി പ്രോജക്ട്സ്. എത്രയും നോട്ടീസ്ഡ് ആവാൻ പറ്റിയതിന് വളരെയധികം സന്തോഷവും ഭാഗ്യവാനായിട്ട് ഞാൻ കാണുന്നു എന്നെ തന്നെ. അപ്പോൾ തന്നെ അഭിനയത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ഹോളിവുഡ് ചിത്രത്തിന്റെ ഭാഗമാകാനും നിരഞ്ജന് സാധിച്ചു എന്ന് വേണ്ടേ പറയാം? യെസ്, അതെ, അത് വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നു. ബസ്മതി ബ്ലൂസ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. അതിൽ ഞാൻ ഡെപ്യൂട്ടി സതീഷ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തത്. അത് ബ്രീ ലാർസൻ എന്ന് പറഞ്ഞിട്ട് അക്കാഡമി അവാർഡ് വിന്നറിൻ്റെ കൂടെ എനിക്ക് ഒരു സീൻ കിട്ടി. വളരെയധികം സന്തോഷമുണ്ട്. ആൻഡ് വെരി ഹാപ്പി ടു ഹിയർ ദാറ്റ് ഷീ ഈസ് ഡൂയിങ് ക്യാപ്റ്റൻ മാർവൽ ഇപ്പോൾ അവെഞ്ചേഴ്സിൻ്റെ പുതിയ എഡിഷനിൽ. സോ പുള്ളിക്കാരത്തിയായിട്ടൊരു സീൻ കോമ്പിനേഷൻ എനിക്ക് ചെയ്യാൻ പറ്റിയതിന് വളരെയധികം സന്തോഷമുണ്ട്. നമുക്ക് വീണ്ടും പാട്ടിലേക്ക് വരാം. നിരഞ്ജ്, ഇവിടെ ഈ കോളേജ് തലത്തിൽ പഠിക്കുമ്പോൾ തന്നെ ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. പ്രത്യേകിച്ചും യുവഗായകരെ ഇത്തരം സംഗീതത്തിലേക്ക് അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് പലപ്പോഴും ബാൻഡുകളാണ്. അത്തരം ബാൻഡുകളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ആ അനുഭവങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ ആക്ച്വലി കോളേജിലാണ് എനിക്ക് പാടാൻ പറ്റും എന്നുള്ളൊരു സൈഡ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ഒരു സൈഡ് എനിക്കുണ്ടെന്ന്. അപ്പോൾ ആദ്യം എനിക്ക് കോളേജ് ബാൻഡിൽ എനിക്കൊരു ഓഡീഷനൊക്കെ വന്നു. ഞാൻ കോളേജ് ബാൻഡിൽ കയറി ഓഡീഷനൊക്കെ ചെയ്തു. അവർ എന്നെ എടുത്തു. ഞാൻ പാടാനൊക്കെ തുടങ്ങി അവിടെ നിന്ന് തന്നെ. പക്ഷേ അത്രയും ഒരു ഹ്യൂജ് സ്കെയിലിൽ ലാർജ് സ്കെയിലുള്ള പാട്ടുകൾ പരിപാടികളൊന്നുമല്ല. ബട്ട് ദെൻ അതിന് ശേഷം ഞങ്ങളുടെ തന്നെ ആയിട്ടൊരു വേറെ ബ്ലാങ്ക് പ്ലാനറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബാൻഡ് ഫോം ചെയ്യും. അതൊരു വെസ്റ്റേൺ പ്രോഗ്രസീവ് റോക്ക് ബാൻഡാണ്. അത് ഫോം ചെയ്യും. അതിൻ്റെ പാട്ട് മായ എന്ന് പറഞ്ഞ പാട്ട് ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത് യൂട്യൂബിൽ ഞങ്ങൾ ലോഞ്ച് ചെയ്തു, ഞങ്ങൾ റിലീസ് ചെയ്തു. അപ്പോൾ അതിൻ്റേതായ റെസ്പോൺസ് കിട്ടിയപ്പോൾ നമ്മൾ അടുത്ത പാട്ട് ഇറക്കാം എന്നുള്ളൊരു പ്ലാനിൽ ഇങ്ങനെ പോകുമായിരുന്നു. പക്ഷേ ബ്ലാങ്ക് പ്ലാനറ്റ് അതിൻ്റേതായ തിരക്കുകൾ കാരണം അതിൻ്റെ വർക്ക്സ് കുറച്ച് സ്ലോ ഡൗൺ ആവുകയും ചെയ്തു. പക്ഷേ വെച്ചാൽ ആ രീതിയിലൂടെ എനിക്ക് മദർ ജെയിൻ എന്നുള്ള ബാൻഡിലേക്ക് റെക്സ് വിജയൻ കമ്പോസർ, അദ്ദേഹം എൻ്റെ പേര് സജസ്റ്റ് ചെയ്തു മദർ ജെയിൻ എന്ന് പറഞ്ഞ ബാൻഡിലേക്ക്. മദർ ജെയിൻ കേരളത്തിലെ വൺ ഓഫ് ദി ഫേമസ് റോക്ക് ബാൻഡ്സ് ആണ്. അപ്പോൾ അതിൽ ഞാൻ കഴിഞ്ഞ ജൂണിൽ ജോയിൻ ചെയ്തു. അവരായിട്ട് പുതിയൊരു സിംഗിൾ വർക്കൗട്ട് ചെയ്തു, ഇറങ്ങുകയും ചെയ്തു. നമസ്തേ എന്നാണ് പാട്ടിൻ്റെ പേര്. അപ്പോൾ എനിക്ക് ആ ബാൻഡിൽ കയറാൻ പറ്റി. അപ്പോൾ എല്ലാം എനിക്ക് പണ്ടേ തൊട്ടേ കോളേജ് തൊട്ടേ ആഗ്രഹമാണ് ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്.
ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ചെയ്യുന്തോറും നമുക്ക് കിട്ടുന്ന ഒരു എനർജി നമ്മുടെ തന്നെ കമ്പോസിഷൻസ് പുറത്തുള്ള ആൾക്കാരെ അറിയിക്കുകയും ആസ് വെൽ ആസ് ബാക്കിയുള്ളവർ കമ്പോസിഷൻസ് പാടാൻ പറ്റുന്ന തന്നെ വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ബട്ട് എനിക്ക് പണ്ടേ തൊട്ട് തന്നെ കോളേജിൽ തന്നെ ബാൻഡ് കൾച്ചറിനോട് ഭയങ്കര താല്പര്യമുണ്ട്. ഐ വോണ്ട് ടു ക്രിയേറ്റ് മൈ ഓൺ സോങ്സ്, അല്ലെങ്കിൽ ബാൻഡിഷ് ആയിട്ടുള്ള സോങ്സ്, ആൻഡ് ഐ ബീൻ ഡൂയിങ് ഇറ്റ് ഫോർ ലൈക്ക് പാസ്റ്റ് 7 years. അപ്പോൾ ഇപ്പോൾ ആസ് ഓഫ് നൗ മദർ ജെ എന്ന് പറഞ്ഞ ബാൻഡിൻ്റെ വോക്കലിസ്റ്റാണ്. പിന്നെ എനിക്ക് എൻ്റേതായ ഒരു കമേഴ്ഷ്യൽ ബാൻഡുണ്ട്, എൻ്റേതായ റീജിയണൽ കമ്പോസിഷൻസ് കൊണ്ടുവരാൻ വേണ്ടി NRJ പ്രോജക്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഷോസും ഞാൻ സിനിമയിൽ പാടിയ പാട്ടുകളും ആസ് വെൽ ആസ് ഞങ്ങളുടെ തന്നെ മലയാളം ഓൺ കമ്പോസിഷൻസ് ഒക്കെ ഞങ്ങൾ ലൈവ് പ്ലേ ചെയ്യാറുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം ചെയ്യാൻ ലൈവ് ഷോസാണ്. ഐ ലവ് ഡൂയിങ് ഇറ്റ് ബിക്കോസ് അത് ഭയങ്കര അഡിക്റ്റീവാണ്. നമ്മൾ പാടിയ പാട്ടുകൾ തന്നെ ജനങ്ങൾ തിരിച്ച് നല്ല റെസ്പോൺസിലൂടെ പാടാൻ നേരം നമുക്ക് കിട്ടുന്ന എനർജി അത് വേറെയാണ്. സോ ഐ ലവ് ഡൂയിങ് ബാൻഡ് ഷോസ് ആൻഡ് സ്റ്റിൽ കണ്ടിന്യൂ ടു ഡു ഇറ്റ്. ഇപ്പൊ എന്തായാലും പറഞ്ഞു കോളേജിലെ ബാൻഡുകളിലൂടെയാണ് നീരജ് ഇങ്ങനെ വളർന്നു വന്നതെന്ന്. അതിനു മുമ്പ് സംഗീതം പഠിച്ചിരുന്നു, അതോ കോളേജ് കാലഘട്ടത്തിലാണോ ഇതിനൊരു തുടക്കം കുറിക്കുന്നത്? എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കരമായിട്ട് എന്നെ ചെറുപ്പത്തിൽ ഒരുപാട് തള്ളി വിട്ടിട്ടുണ്ട് സംഗീതം പഠിക്കാൻ. ആ സമയത്ത് ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോവുമായിരുന്നു. രാവിലെ 7:30 എഴുന്നേൽപ്പിച്ച് ക്ലാസിക്കൽ മ്യൂസിക്കിനൊക്കെ വിടുമായിരുന്നു. ഞാൻ ഭയങ്കര മടിയനായിരുന്നു. ഞാൻ അപ്പോൾ ചില സമയത്ത് ക്ലാസ്സൊക്കെ മിസ്സാവും, ചില സമയത്ത് പോകും. അങ്ങനെ ഒരു 1-2 കൊല്ലം ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്, മൃദംഗമൊക്കെ പഠിച്ചിട്ടുണ്ട്. പക്ഷേ അതത്ര കൺസിസ്റ്റൻറ്റ് പഠിത്തമൊന്നുമല്ല. ആൻഡ് അതിപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് കയറിയ ശേഷമാണ് ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇപ്പോൾ പഠിക്കാൻ തുടങ്ങിയതും. വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക് ആണെങ്കിലും ഹിന്ദുസ്ഥാനി മ്യൂസിക് ആണെങ്കിലും ഇപ്പോൾ ഈ ഇടയ്ക്കാണ് ഞാൻ പഠിക്കാൻ തുടങ്ങിയതും അതിൻ്റെ ക്ലാസ്സസിന് പോകാൻ തുടങ്ങിയത്, അതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയത്. ചെറുപ്പത്തിൽ അത്രയൊരു ബോധം ഇല്ലായിരുന്നു കൊണ്ട് അത് അത്രയും കൊണ്ട് അവർ വിട്ടത് ഇതിന് വേണ്ടിയായിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്തായാലും നിരഞ്ജ് ഇങ്ങനെ ഈ പാട്ടുകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞുകൊണ്ടിരുന്നാൽ മാത്രം പോരല്ലോ, പാട്ട് കേൾക്കാൻ ഒരു താല്പര്യമില്ലേ രഞ്ജിനി? തീർച്ചയായും. നിരഞ്ജ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും സിനിമയിലെയോ അല്ലെങ്കിൽ ഈ ബാൻഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുകൾ കൂടി കേൾക്കാൻ താല്പര്യമുണ്ട്? ഓക്കെ, ഞാൻ ദിവാഞ്ചി മൂല് എന്നൊരു സിനിമയിൽ പാടിയൊരു പാട്ടുണ്ട്. പാട്ടിൻ്റെ പേര് ഇന്നലെ ഇന്നലെ എന്നാണ്. ഗോപിസുന്ദർ സാറാണ് കമ്പോസ് ചെയ്തത്. അപ്പോൾ ഗോപിച്ചേൻ്റെ ഈ പാട്ട് ഞാൻ പാടാം. ഞാൻ തന്നെയാണ് പാടിയിരിക്കുന്നത്, അത് ഞാൻ പാടാം. ഇന്നലെ ഇന്നലെ കണ്ണിനുള്ളിൽ വന്നൊരു കനവിലായി, അങ്ങനെ അങ്ങനെ തെന്നി തെന്നി മാനസമൊഴുകവേ, നേരം അലഞ്ഞിതാ പകലിലും ഇരവിലും, നീലേ അലഞ്ഞിതാ ഒരു മുഖം അരികിലായി, ഓ ഓ ഇന്നലെ ഇന്നലെ കണ്ണിനുള്ളിൽ വന്നൊരു കനവിലായി, അങ്ങനെ അങ്ങനെ തെന്നി തെന്നി മാനസമൊഴുകവേ, ഹോ. നിരഞ്ജു പറഞ്ഞു ആശാ ബ്ലാക്കിലൂടെയാണ് ഗാനരംഗത്തേക്ക് കടന്നു വരുന്നത്. അതിനുശേഷം അനുരാഗ കരിക്കിൻവെള്ളം തുടങ്ങി നിരവധി ചിത്രങ്ങൾ ലഭിച്ചു. എന്നാലും തോപ്പിൽ ജോബിൽ വിദ്യാസാഗറിനൊപ്പം ചേർന്ന് പ്രവർത്തിച്ചപ്പോഴാണ് കരിയറിനൊരു ബ്രേക്ക് കിട്ടിയത്, അല്ലേ? അതെ 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 നോട്ടീസ്ഡ് ആയത് ആ സമയത്താണ്. പിന്നീട് ഇങ്ങോട്ടാണേലും വിദ്യാസാഗറിന്റെ ആയിട്ടുള്ള ഒരു കൂട്ടുകെട്ട് എത്രത്തോളം അത് കരിയറിൽ ഗുണം ചെയ്തു? അദ്ദേഹം വളരെ പ്രശസ്തനായ സംഗീതജ്ഞനാണ്. അപ്പോൾ ആ ഒരു യാത്ര, അവിടെ തുടങ്ങിയ ഒരു യാത്രയെക്കുറിച്ചും അദ്ദേഹത്തെക്കുറിച്ചും മറ്റ് സംഗീത സംവിധായകരെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ വിദ്യാസാഗർ സാർ എന്ന് പറയുന്നത്, ഞാൻ ചെറുപ്പം തൊട്ട് തന്നെ ഒരുപാട് പാട്ടുകൾ കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ വലിയൊരു ഫാനാണ് ഞാൻ. സാറിൻ്റെ ഒപ്പം തന്നെ വർക്ക് ചെയ്യാൻ പറ്റിയ തന്നെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ഒരു കരിയർ ആസ് എ സിംഗർ എനിക്ക് കിട്ടേണ്ട ടിപ്സ് ആൻഡ് വാട്ട് ടു വർക്ക് ഓൺ എന്നുള്ളൊരു പ്രോ സൈഡിൽ നിന്നുള്ള ഒരു ടിപ്സും ഒരു അഡ്വൈസും കിട്ടിയ ഒരു വ്യക്തി സാറാണ് വിദ്യാസാഗർ സാർ. അപ്പോൾ ഇപ്പോഴും എൻ്റെ വോയിസ് നോട്ടീസ്ഡ് ആയത് വിദ്യാസാഗർ സാറിൻ്റെ പാട്ടിലൂടെ മാത്രമാണ്. ബിജിപാൽ സർ, ഗോപിസുന്ദർ സർ, ഷാൻ ചേട്ടൻ, ഇവരെല്ലാവരും എന്നെ വിളിച്ചത് ഈ ഒരു പാട്ട് കേട്ടിട്ടാണ്, തോപ്പിൽ ജോപ്പനിൽ ഈ സോങ് കേട്ടിട്ടാണ്. അതിൽ സജസ്റ്റ് ചെയ്ത് തന്നെ, പേര് സജസ്റ്റ് ചെയ്ത് തന്നെ ദീപക് ദേവ് സാറാണ്. അപ്പോൾ അതിലൂടെ കിട്ടിയ ഒരു എക്സ്പോഷർ എന്ന് പറയുന്നത് ഫോർ മീ ഇറ്റ്സ് എ വെരി ബിഗ് ബ്രേക്ക്.
സാറിൻ്റെ അവിടെ റെക്കോർഡിങ്ങിന് ചെന്നപ്പോൾ തന്നെ സാർ എന്നെ ട്രീറ്റ് ചെയ്ത് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ്. സാറ് പറഞ്ഞു, നിരഞ്ജായിട്ട് തന്നെ പാടാൻ പറ്റിയാൽ മതി, യു ജസ്റ്റ് ബി റോ, ഐ മോൾഡ് യു എന്നാണ് സാർ എന്നോട് പറഞ്ഞത്. നിരഞ്ജൻ്റെ സൈഡിൽ നിന്ന് ഇടാൻ പറ്റുന്നതൊക്കെ ഇട്ടുള്ളൂ, പക്ഷേ ഞാൻ പറയുന്ന സാധനം ഇട്ടുകൊണ്ട് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഇംപ്രവൈസേഷൻസ് നിരഞ്ജന് കൊണ്ടുവരാൻ പറ്റും അത് നിരഞ്ജ് ചെയ്തോളൂ എന്ന് ഭയങ്കര കംഫർട്ടബിളും ഭയങ്കര ഒരു എന്താ പറയുക, നമ്മളെ ഒരു ഗുരു നമ്മളോട് പറഞ്ഞു തരുന്ന രീതിയിലായിരുന്നു സാറ് എന്നെ ട്രീറ്റ് ചെയ്തത്. ആൻഡ് ഫോർ മീ ഇറ്റ് ഈസ് മൈ ബിഗ്ഗസ്റ്റ് ബ്രേക്ക് ഇൻ മൈ ലൈഫ്. ആൻഡ് എവിടെ ചെന്നാലും എനിക്ക് ഞാൻ വിദ്യാസാഗർ സാറിന് വേണ്ടി പാടി എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് കിട്ടുന്ന റെസ്പെക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് സംതിങ് എൽസ്. സോ ജീവിതത്തിൽ തന്നെ എനിക്ക് ഏറ്റവും ഒരു ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണത്. തീർച്ചയായും. അതിനുശേഷം ഗോപി സുന്ദർ, ബിജി പാൽ, ഷാൻ റഹ്മാൻ ഇവരുടെ കൂടെ ഒക്കെ ചേർന്ന് പ്രവർത്തിച്ചു. ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഗോപിച്ചേട്ടൻ എന്ന് പറയുന്നത്, ഞാൻ ഗോപിച്ചേട്ടന് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ഞാൻ പാടിയിരിക്കുന്നത്. ഈസ് ലൈക്ക് മൈ ബിഗ് ബ്രദർ. എനിക്ക് തേച്ചിലെ പെണ്ണെ, ദിവാഞ്ചി മൂല, ഇപ്പോൾ തന്നെ 21-ാം നൂറ്റാണ്ട്, അങ്ങനെ ഒരുപാട് പടങ്ങളിൽ എനിക്ക് പാടാൻ അവസരം തരുന്നുണ്ട്. ഈസ് ലൈക്ക് മൈ ബിഗ് ബ്രദർ ആൻഡ് ഈസ് ലൈക്ക് ടേക്കിംഗ് ഗുഡ് കെയർ ഓഫ് മീ ഇൻ ടേംസ് ഓഫ് മ്യൂസിക്. പിന്നെ ഞാൻ ഷാൻ ചേട്ടനാണെങ്കിലും ഈസ് വെരി ജം ഓഫ് എ ഗായ്. ഞാൻ ഗോദ എന്ന സിനിമയിൽ പാടിയിട്ടുണ്ട്. ഇന്നലകളിൽ ഷാൻ ചേട്ടൻ കാരണമാണ് അങ്ങനൊരു നല്ലൊരു സോങ് പാടാൻ കിട്ടിയത്. പിന്നെ ബിജിപാൽ സാറിന് വേണ്ടി AB എന്ന് പറഞ്ഞ സിനിമ, പ്രശാന്ത് പിള്ളൈ സാറിന് അത് ജം ഓഫ് എ പേഴ്സൺ. പ്രശാന്ത് സാറാണെങ്കിൽ എനിക്ക് ഒരുപാട് പാട്ടുകൾ പാടാൻ തന്നിട്ടുണ്ട്. ഇവരെല്ലാവരോടും കണക്ട് ചെയ്യുന്ന ഒരൊറ്റൊരു കാര്യമുള്ളൂ, ഇവരെനിക്ക് തരുന്ന ആ കംഫർട്ടബിൾ സ്പേസ്. ഒരു പാട്ട് പാടാൻ ഞാൻ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഒരിക്കലും ടെൻസ്ഡ് ആവത്തില്ല. ഇപ്പോൾ ഒരു ന്യൂ സിംഗർ, ബിഗിനർ സിംഗർ ആണെങ്കിലും അവിടെ ചെല്ലാൻ നേരം നമുക്ക് ടെൻസ്ഡ് ആവത്തില്ല. ഇപ്പോൾ വിദ്യാസാഗർ സാറിൻ്റെ അടുത്ത് നമ്മൾ ചെല്ലാൻ നേരം നമുക്കൊരു ഇതുണ്ടാവും, അയ്യോ വിദ്യാസാഗർ സാർ എന്ന് പറഞ്ഞിട്ടൊരു ഇതാണല്ലോ, ഗോപിച്ചേട്ടൻ്റെ നമുക്കൊരു പേടിയുണ്ടാവും. ലൈക്ക് നമുക്ക് അയ്യോ ഇതായിരിക്കുമോ, നമുക്ക് ടെൻസ്ഡ് ആയിട്ട് ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഫുൾ പൊട്ടൻഷ്യൽ കൊടുക്കാൻ പറ്റുന്നതല്ല. പക്ഷേ ഇവരെല്ലാവരും അതൊക്കെ വളരെ തെറ്റിദ്ധാരണയാണ്. ഇവരുടെ അടുത്ത് എല്ലാം ചെല്ലാൻ നേരം നമുക്ക് കിട്ടുന്ന ആ ഒരു കംഫർട്ടബിൾ എൻവയൺമെൻറ്റിൽ നമുക്ക് നമ്മുടെ എന്ത് ഉള്ളിലുള്ള കഴിവാണെങ്കിലും നമുക്ക് നമ്മുടെ ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റും. സോ തേച്ചിലെ പെണ്ണ പാടാൻ നേരം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല തേച്ചിലെ പെണ്ണ എന്ന് പറഞ്ഞ സോങ് അത് ഹിറ്റ് ആവും എൻ്റെ ജീവിതത്തിൽ. അത് ഞാൻ പാടാൻ നേരം ഒക്കെ ഇറ്റ്സ് ലൈക്ക് വെരി പെപ്പി സോങ്, അത് ആ ലെവലിൽ പോകും. പക്ഷെ അത് ജനങ്ങൾ ഏറ്റെടുത്തു. അത് എനിക്ക് തോന്നുന്നു ഒരുപാട് ഹാർട്ട് ബ്രേക്സ് ജീവിതത്തിൽ എന്നെ പോലെ ഉണ്ടായതുകൊണ്ടായിരിക്കും എല്ലാ യങ്സ്റ്റേഴ്സിനും. അതുകൊണ്ടായിരിക്കും ആ പാട്ട് അത്രയും കണക്ട് ചെയ്ത് എല്ലാവരുമായിട്ടും. സോ എല്ലാ സോങ്ങിനും അതിൻ്റേതായൊരു കംഫർട്ടബിൾ സ്പേസ് എനിക്ക് കിട്ടിയതുകൊണ്ടാണ് എനിക്കത് നന്നായിട്ട് പാടാൻ പറ്റിയതും അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ എനിക്ക് കൊടുക്കാൻ പറ്റിയതും വാട്ട് എവർ ദ സോങ് നീഡ്സ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ കമ്പോസേഴ്സ്, ഹൗ ദേ ട്രീറ്റ് us, ഹൗ ദേ ഗിവ് us our space to put our potential എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഈ തേച്ചിലെ പെണ്ണ് ഒരു സമയത്ത് നല്ലൊരു ട്രെൻഡായിരുന്നു. ഒരുപാട് പേര് ഏറ്റുപാടിയ ഒരു പാട്ട് കൂടിയായിരുന്നു. ആ പാട്ട് നമുക്ക് കേൾക്കാം. അതിനു മുമ്പ് നിരഞ്ജ് തന്നെ ആ പാട്ടിന്റെ 4 വരികൾ ആലപിച്ചാൽ കൊള്ളാം. അതെ അതെ, ഓ ഷുവർ ഷുവർ. തേച്ചിലെ പെണ്ണ് തേച്ചിലെ പെണ്ണ് തെപ്പുപെട്ടി പോലെ വന്നിട്ടെന്നെ, തേച്ചിലെ പെണ്ണ് തേച്ചിലെ പെണ്ണ് തെപ്പുപെട്ടി പോലെ വന്നിട്ടെന്നെ, തേച്ചിട്ട് പോയില്ല പെണ്ണ് തേച്ചിട്ട് പോയില്ല പെണ്ണേ, ഇസ്തിരിയിട്ട ഷർട്ട് പോലെ ഞാൻ വഴിയായില്ലേ പെരുവഴിയായില്ലേ. നിരഞ്ജനെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, ഇപ്പൊ മന്ദാരത്തിലെ പാട്ട് 2ാമത്തെ മെലഡിയാണ്, സിനിമയിൽ പാടി 2ാമത്തെ മെലഡി സോങ് ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി പാട്ടുകളൊക്കെ നിരഞ്ജനെ പരിശോധിക്കുകയാണെങ്കിൽ കൂടിയും ഇങ്ങനെ ഫാസ്റ്റ് നമ്പറും ഈ ടൈപ്പ് സോങ്സ് ഒക്കെയാണ്. എന്താ മെലഡിയോട് താല്പര്യം കുറവാണോ, അതോ കിട്ടുന്ന പാട്ടുകളൊക്കെ ഈ ഒരു രീതിയിലായതുകൊണ്ടാണോ? അല്ലല്ല, ഒരിക്കലും അല്ല. മെലഡിയോട് താല്പര്യം കുറഞ്ഞുകൊണ്ട് പാടാത്തല്ല. ഐ ലവ് സിംഗിങ് മെലഡീസ്. പക്ഷേ എനിക്ക് കിട്ടുന്ന പാട്ടുകളാണ് ഞാൻ പാടുന്നത്. ആക്ച്വലി ഞാൻ പാട്ടുകൾക്ക് വേണ്ടി ഞാൻ ഒരു സോങ് എന്ന് പറയുന്നത് എപ്പോഴും ആ വോയിസിനെയാണ് സെലക്ട് ചെയ്യുന്നത്. എനിക്ക് കിട്ടുന്ന ഇൻ്റർവ്യൂസിലാണെങ്കിലും എല്ലാ ആർട്ടിക്കിൾസാണെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, എപ്പോഴും നമ്മൾ ഒരു സോങ്ങിന് വേണ്ടി ഒരുപാട് അങ്ങനെ ഓടിക്കഴിഞ്ഞാലും ആ സോങ് നമ്മുടെ വോയിസായിട്ട് കറക്റ്റ് ആവണമെന്നില്ല. ഇപ്പോൾ ഒരു സോങ് ആണ് ആക്ച്വലി ഒരു വോയിസിനെ തേടുന്നത്. അപ്പോൾ നമ്മൾ ഒരു സിംഗർ എവിടെയുണ്ടെങ്കിലും ആ സോങ് ആക്ച്വലി ആ വോയിസ് കണ്ടുപിടിച്ചിരിക്കും. ബിക്കോസ് ദാറ്റ് സോങ് നീഡ്സ് ഇറ്റ്. അല്ലെങ്കിൽ ആ സോങ് വർക്കൗട്ട് ആകത്തില്ല. ഇപ്പം എനിക്ക് കിട്ടിയ പാട്ടുകൾ ഇതുവരെയായിട്ട് എനിക്ക് പാടാൻ കിട്ടിയ പാട്ടുകളാണെങ്കിലും അത് ആ വോയിസ് ആ സോങ്ങിന് വേണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദാസ് സാറിൻ്റെ വോയിസ് ഹരിമുരളീരം എന്ന് പറഞ്ഞ സോങ് വേറെ ആർക്കും റീക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ദാറ്റ് ഇസ് സങ് ബൈ യേശുദാസ് സർ.
അപ്പോൾ ആ സാറിൻ്റെ പറ്റുന്ന വോയിസിനുള്ള പാട്ടാണ് ഹരിമുരളീരവരം ആ സോങ്. അപ്പോൾ അതിന് ബ്ലെൻഡ് ആവുന്ന പാട്ടാണ് അത്. ഒരു സോങ് അല്ലെങ്കിൽ ഒരു വോയിസും കൂടി ബ്ലെൻഡ് ആകുമ്പോഴേ അതൊരു പൂർണ്ണതയിലേക്ക് വരത്തുള്ളൂ. സോ ഐ ഗെസ് മെലഡി, എനിക്ക് പറ്റുന്ന മെലഡീസ് ഡെഫിനറ്റ്ലി എനിക്ക് വരും, അത് ഞാൻ പാടും. അടിച്ചുപൊളിയാണെങ്കിൽ എനിക്ക് പാടും. രണ്ടിനും രണ്ട് കൾച്ചറാണ്. ആൻഡ് ഐ ലവ് സിംഗിങ് ബോത്ത്. ബിക്കോസ് മറ്റേത് നമ്മൾ സ്റ്റുഡിയോയിൽ നിന്ന് പാടുന്നതിന് ഫുൾ എനർജിയോടെയാണ് പാടുന്നത്. മെലഡി ആണെങ്കിൽ യു വിൽ ക്വൈറ്റ് ഡൗൺ, യു വിൽ കാം ഡൗൺ ആൻഡ് ലൈക്ക് ഒരു ഭയങ്കര ഒരു സോബർ സ്റ്റേറ്റിലാണ് പാടുന്നത്. ബട്ട് ഐ ലവ് ബോത്ത്. ആൻഡ് ഏത് സോങ് കിട്ടിയാലും അത് എനിക്ക് എൻ്റെ ഫുള്ളായിട്ട് പാടാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബട്ട് ചില സോങ്സ് പാടിയിട്ടുള്ളത് വർക്കൗട്ട് ആയിട്ടില്ല. ബിക്കോസ് ആ സോങ്ങിന് എൻ്റെ വോയിസ് പറ്റത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് 2-3 സോങ്സൊക്കെ ജീവിതത്തിൽ പോയിട്ടുണ്ട്. പക്ഷേ അത് എനിക്ക് വിഷമമുള്ള കാര്യമല്ല. ബിക്കോസ് ആ സോങ്ങിന് ഞാൻ എത്ര കൊടുത്താലും അത് ശരിയാവത്തില്ല, അത് വർക്കൗട്ട് ആവുന്നില്ല. സോ ദാറ്റ്സ് വൈ ഐ സെഡ് എവറി സോങ് ഹാസ് എ വോയിസ് ഫോർ ഇറ്റ്. സോ അത് ഓൾറെഡി അങ്ങനെ വർക്കൗട്ട് ആവുന്നു. എന്തായാലും അഭിനയത്തിലൂടെയാണ് കടന്നു വന്നത്, ഇപ്പോൾ പാട്ടിലൂടെ സിനിമയിൽ തുടരുന്നു. പാട്ടിലൂടെ മുന്നോട്ട് പോകാനാണോ താല്പര്യം, അതോ അഭിനയത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു താല്പര്യം ഉണ്ടോ? അല്ല, ഡെഫിനറ്റ്ലി എനിക്ക് മ്യൂസിക് തന്നെയാണ് ഫസ്റ്റ് പ്രയോറിറ്റി. എനിക്ക് എൻ്റെ ബിൽസ്, എൻ്റെ ജീവിതത്തിലെ ചിലവുകളെല്ലാം നോക്കുന്നത് സംഗീതമാണ്. അതുകൊണ്ട് എനിക്ക് ഞാൻ എൻ്റെ ഇപ്പം എൻ്റെ പൊട്ടൻഷ്യൽ എല്ലാം ഞാൻ മ്യൂസിക്കിലേക്കാണ് കൊടുക്കുന്നത്. ഐ വോണ്ട് ടു ഡു മോർ ലൈവ് ഷോസ്. ഐ വോണ്ട് ടു ഡു ആൻഡ് ക്രിയേറ്റ് കമ്പോസിഷൻസ് എൻ്റെ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് വൈസ്. ഫിലിമിലാണെങ്കിലും ഇനിയും ദൈവാധീനം കൊണ്ട് പാട്ടുകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിനയം എന്തെങ്കിലും നല്ല വേഷങ്ങൾ വന്നാൽ ഡെഫിനറ്റ്ലി അതും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് താല്പര്യം ഇല്ലാണ്ടില്ല. പക്ഷേ എനിക്ക് എൻ്റെ ആസ് ഐ സെഡ് ഫസ്റ്റ് പ്രയോറിറ്റി മ്യൂസിക് ആയതുകൊണ്ട് ഐ എം ഗിവിങ് മൈ ഫുൾ പൊട്ടൻഷ്യൽ ടു മ്യൂസിക്. അതാണ് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്ലാൻസ്. തീർച്ചയായും എന്തായാലും കൂടുതൽ നല്ല പാട്ടുകൾ മലയാളിക്ക് നൽകാൻ നിരഞ്ജന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം തന്നെ അഭിനയത്തിലൂടെയും രണ്ടും പാട്ടും അഭിനയവും അത് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം മികച്ച ഒരുപടി ഗാനങ്ങൾ സമ്മാനിച്ചു കഴിഞ്ഞു. ഇനിയും മികവാർന്ന, ഇമ്പമാർന്ന, അതുപോലെ തന്നെ അടിപൊളി ഗാനങ്ങൾ ഉൾപ്പെടെയുള്ളവ നമുക്ക് കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച് ന്യൂസ് കേരള.